ഹലോ, ഹായ്, നമസ്കാരം. ഓസ്ലർ സിനിമ റിലീസാവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ സിനിമയുടെ ഒരു ട്രെയിലർ ഡീകോഡിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അതായത് ട്രെയിലർ കണ്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ച് എന്തായിരിക്കാം കഥ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ശ്രമമാണ്. ഇതൊരു ക്രിയേറ്റീവ് പരിപാടിയായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്പോയിലർ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണാം. ഇനി അതല്ല, നിങ്ങൾ ഈ സിനിമ കാണുന്ന സമയത്ത് ഞാൻ ട്രെയിലർ പോലും കാണാറില്ല, എനിക്ക് അത്രയും സസ്പെൻസ് തിയേറ്ററിൽ അനുഭവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. സിനിമ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ചിലപ്പോൾ ശരിയായേക്കാം. നേരിൻ്റെ ട്രെയിലർ ഡീകോഡിങ് ചെയ്യുമ്പോൾ അത്രയൊക്കെ ശരിയാവുമെന്ന് ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 100% സ്പോയിൽ ഫ്രീ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ, ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചില സിനിമയുടെ ട്രെയിലർ ഡീകോഡിങ് ചെയ്യുമ്പോൾ നമുക്കൊരു കറക്റ്റ് ഫ്ലോ കിട്ടും. ഇവിടെ നിന്നാണ് സിനിമ തുടങ്ങുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും സിനിമ പോകുന്നത്, ഇങ്ങനെയായിരിക്കും സിനിമ അവസാനിക്കുന്നത്, ഇതൊക്കെ ഏകദേശം കിട്ടും. പക്ഷേ ഓസ്ലർ സിനിമയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ട്രെയിലറിനെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ കയറി ഇറങ്ങിപ്പോയപ്പോൾ എനിക്കൊരു കറക്റ്റ് ഫ്ലോ ഒന്നും കിട്ടിയില്ല. പക്ഷേ പ്രധാന പ്രശ്നം എന്താണെന്ന് കിട്ടി, അത് ശബ്ദമാണ്. ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തൊരു കാര്യം മമ്മൂക്കയുടെ ശബ്ദം കേൾക്കുന്നതാണ്. ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഭാഗം മമ്മൂക്കയുടെ ശബ്ദവും ബാക്കി സിദ്ദിഖ് സാറിൻ്റെ ശബ്ദം എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ട്രെയിലറിൽ എവിടെയും നമ്മൾ സിദ്ദിഖ് സാറിനെ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ചില പോസ്റ്റുകളും കാര്യങ്ങളും നോക്കി അദ്ദേഹത്തെ വെച്ചൊരു പോസ്റ്ററും അവർ ഇറക്കിയിട്ടില്ല. മമ്മൂക്കയാണ് ഇതിലെ സസ്പെൻസ് ഫാക്ടർ എന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ പോസ്റ്റർ ചിലപ്പോൾ അവർ ഇറക്കാതിരിക്കാം. പക്ഷേ സിദ്ദിഖ് സാറിൻ്റെ പടം ഇടുന്നതിന് ഇപ്പോൾ എന്താണ് കുഴപ്പം? സോ എൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഈ സിനിമയിൽ സിദ്ദിഖ് സാർ ഉണ്ടാവില്ല. ഈ സിദ്ദിഖ് സാറിൻ്റെ ശബ്ദം എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് ഫോർ മമ്മൂക്ക. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമയുടെ പ്രധാന സംഭവം ശബ്ദമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ചിലപ്പോൾ ഈ കാൽക്കുലേഷൻ കറക്റ്റ് ആയേക്കാം. അത് നിങ്ങളുടെ സിനിമ അനുഭവത്തെ ബാധിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കുക. ഇതിൻ്റെ ട്രെയിലർ ആദ്യം കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഇതൊരു ടിപ്പിക്കൽ സീരിയൽ കില്ലർ പടമായിരിക്കും. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണിക്കും, അയാൾക്ക് അയാളുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവും. ചിലപ്പോൾ വയസ്സായിട്ടുള്ള ഒരാൾ ജീവിതത്തിൽ സക്സസ് ആവാതെ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ ഒരു യുവാവായിട്ടുള്ള ആളായിരിക്കും, അയാളുടെ ജീവിതത്തിലെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ കേസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. പിന്നെ സീരിയൽ കില്ലർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് കുറേ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ മാനസിക പ്രശ്നങ്ങളുണ്ടായേക്കാം. അയാളിങ്ങനെ ഓരോരുത്തരായിട്ട് കൊന്നു തുടങ്ങുന്നു. പതുക്കെ അതൊരു സീരിയൽ കില്ലിംഗ് ആണെന്ന് ഇവർ തിരിച്ചറിയുന്നു, പോലീസ് ഇൻവോൾവ് ആവുന്നു, അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. ശുഭം, മംഗളം, സമാധാനം, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ പോകാറുണ്ടാവുക. അത് തന്നെയാണ് ഇതിൻ്റെയും ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ അവിടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് മിഥുൻ മാനുവൽ തോമസ് ആണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നെക്സ്റ്റ് പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ്. മിഥുൻ മുകുന്ദൻ എന്ന സംഗീത സംവിധായകൻ. റൊഷാക്കാണ് മലയാളത്തിൽ നമ്മൾ ഏറ്റവും അധികം ഓർത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഉണ്ടാവുക. പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ച സിനിമകൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണണം എന്നൊക്കെ ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഗരുഡഗമന വൃഷഭവാഹന എന്ന് പറയുന്ന സിനിമയുടെ മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഫസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ടോബി കഴിഞ്ഞ വർഷത്തെ, പിന്നെ സ്വാതിമുത്തിന് മാലഹാനിയെ. അപ്പം എനിക്കത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. ഇതെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്നതാണ്. അതായത് ഒന്ന് എക്സ്ട്രീം വയലൻസ് കാണിക്കുമ്പോൾ, ഒന്ന് ഏറ്റവും സ്മൂത്തായിട്ടുള്ള ഒരാളുടെ മരണത്തിനെയാണ് കാണിക്കുന്നത്, വേറൊന്ന് അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. ഇതെല്ലാം ഈ മനുഷ്യൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ഈ സിനിമയെ സംബന്ധിച്ചു. പിന്നെ തേനി ഈശ്വറിൻ്റെ ക്യാമറയാണ്. നൻപകലും, മാമന്നനും, കർണനും, പേരൻപും, അത് വേറൊരു ലെയർ ഓഫ് ലിസ്റ്റാണ്, വേറൊരു ലെയറിൽ നമ്മൾ കൊണ്ടിടുന്ന സിനിമകളുടെ ലിസ്റ്റാണ്. പിന്നെ ഷമീർ മുഹമ്മദ് എന്ന് പറയുന്ന എഡിറ്റർ. ഞാൻ ഈ 3 കാര്യങ്ങൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിഷ്വലി അവർ ഓരോ കാര്യങ്ങളും പ്ലേസ് ചെയ്യുന്നതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഇതൊരു ത്രില്ലർ അന്വേഷണം ആ ഒരു രീതിയിൽ പോകുന്ന, ഇവരിതിന് ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷനോ അങ്ങനെ എന്താണ് അവർ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഓരോ ഷോട്ടും പ്ലേസ് ചെയ്യുന്നതിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് അതെടുത്ത് പറഞ്ഞേ പറ്റൂ. അതത്ര അവർ ഇടിവട്ട ആൾക്കാരാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓസ്ലർ എന്ന് പറയുന്ന, അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന അവരുടെ ടൈറ്റിൽ നോക്കാം. അത് എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓസ്ലർ എന്ന് എഴുതിയേക്കുന്നതിൻ്റെ നടുക്ക് ഒരു സർജിക്കൽ നൈഫ് നമുക്ക് കാണാൻ പറ്റും. സർജറിയൊക്കെ ചെയ്യുന്ന ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം കത്തിയാണ്. അപ്പോൾ ഇതിൽ അനൂപ് മേനോൻ്റെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് നമ്പർ 11 സ്കാൽപ്പനാണ്, പോയിൻറ്റിംഗ് ആണ്, പിയേഴ്സിംഗ് ആണെന്ന്. ശരിയാണ്, വളരെ പോയിൻറ്റിങ്ങും പിയേഴ്സിങ്ങും ആയിട്ടുള്ള, നമുക്ക് വളരെ വലിയൊരു വൂണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അത്രയും ഡെഡ്ലി വെപ്പണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, എന്നാൽ ഡോക്ടർമാർ നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഈ സിനിമയിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. അത് കില്ലർ ഉപയോഗിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിന് പ്രാധാന്യം വരുന്നത് വേറൊരു സ്ഥലത്താണ് എന്നെനിക്ക് തോന്നുന്നു. ഇതിലെ സീരിയൽ കില്ലറായി മാറുന്ന ആളുണ്ടല്ലോ, അയാളുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്തതും ഇതുപോലൊരു നൈഫായിരിക്കും. ട്രെയിലർ ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു പോലീസുകാരൻ മറ്റൊരാളെ ശകാരിക്കുന്നതാണ്. അത് ജയിലാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ആ ജയിലിൽ ആർക്കും നമ്പറില്ല, ഒറ്റയാൾക്ക് നമ്പർ ഇട്ടിട്ടില്ല. നമ്പർ ആകെ നമ്മൾ കാണുന്നത്
ജയറാം അകത്ത് കയറി അർജുൻ അശോകനെ കാണുമ്പോൾ അർജുൻ അശോകന് 222 എന്ന് പറയുന്ന നമ്പറാണ്. എന്തായാലും ഈ പോലീസുകാരനെ കാണുമ്പോൾ ജയറാമിൻ്റെ കയ്യിലേക്ക് അദ്ദേഹം ഒരു കവർ കൊടുക്കുന്നുണ്ട്. അതിൽ ഭക്ഷണമായിരിക്കും. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് ആദ്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതല്ല, ഒരുപാട് കാലമായിട്ട് തുടരുന്നൊരു പരിപാടിയാണത്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ അശോകൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. സാറ് തരുന്ന ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ സാറ് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഈ ഹോട്ടൽ ഫുഡാണ് എനിക്ക് പുറം ലോകമായിട്ടുള്ള ആകെയുള്ള കണക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കുറ്റബോധത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. സാറ് തരുന്ന ഈ ഭക്ഷണം കഴിക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് പറയുമ്പോൾ 2-3 സാധ്യതകളാണ്. ഒന്നെങ്കിൽ അർജുൻ അശോകൻ്റെ തെറ്റുകൊണ്ടല്ല അയാൾ അതിനകത്ത് പെട്ടുപോയിരിക്കുന്നത്, ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പം നിങ്ങൾ കൊണ്ടുവരുന്നത് കഴിക്കുന്നതിന് എനിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷേ എനിക്ക് പുറം ലോകമായിട്ടുള്ള ആകെയുള്ള ബന്ധം ഇതാണ്. ഇയാളെ ആളുകൾ ഉപേക്ഷിച്ച് കഴിഞ്ഞു. അതായത് അർജുൻ അശോകൻ്റെ ക്യാരക്ടറിനെ എല്ലാവരും ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ അയാൾ അത്രയും ഹീനമായ ഒരു കാര്യമായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും ജയറാമിൻ്റെ ക്യാരക്ടർ വരണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ജയറാമിൻ്റെ ക്യാരക്ടറിന് ചിലപ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാവാം. കാരണം ഇദ്ദേഹത്തിൻ്റെ കരിയറിലെ വളരെ തെറ്റായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അർജുൻ അശോകൻ്റെ ക്യാരക്ടർ പെട്ടുപോയതാണെങ്കിലോ. ഇനി അതും പോട്ടെ, അർജുൻ അശോകൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന കുറ്റകൃത്യം ആയിരിക്കാം ഒരുപക്ഷെ ജയറാമിൻ്റെ ഫുൾ ഫാമിലിയെ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടാവുക. കാരണം ഇതിൽ ജയറാം ഒരു രാത്രി മുറിയിലിരുന്ന് ലാപ്ടോപ്പ് നോക്കുന്ന അല്ലെങ്കിൽ വെറുതെ എണീറ്റിരിക്കുന്ന അങ്ങനെ 2 ഷോട്ടുകൾ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫാമിലി മെമ്പേഴ്സ് ഒന്നുമില്ല. ആ ഭിത്തിയിലോ മറ്റു സ്ഥലത്തോ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. 2019 കഥ നടക്കുന്നത് സൂചിപ്പിക്കാൻ പാകത്തിന് ഒരു കലണ്ടർ അവിടെയുണ്ട്. ബാക്കി ഒന്നും തന്നെ ഇല്ല. അയാൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. അങ്ങനെ ഒറ്റയ്ക്കായി ആയിപ്പോയതായിരിക്കുമോ അതോ അയാൾ ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിരിക്കുമോ? അപ്പോൾ അങ്ങനെ ജയറാമിൻ്റെ ഫാമിലിയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന അർജുൻ അശോകൻ്റെ ക്യാരക്ടർ ആണെങ്കിലോ, അതിൻ്റെ വിഷമമാണെങ്കിലോ. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് സിദ്ദിഖ് സാർ പറയുന്ന ഡയലോഗാണ്, ശബ്ദത്തിൽ പറയുന്ന ഡയലോഗ്. ഓസ്ലർ, ഞാനും താനുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണല്ലോ. വി ആർ ഡെഡ് മാൻ വാക്കിംഗ്, ബ്രോക്കൺ, കേഴ്സ്ഡ്, ഫൊഗോട്ടൺ. ജയറാമേട്ടൻ്റെ ക്യാരക്ടർ ഈ സിനിമയിൽ ഒരു റിട്ടയർഡ് പോലീസുകാരനായിരിക്കാം. ബുക്ക് മൈ ഷോയുടെ ഒരു ചെറിയ സിനോപ്സിസ് പോലത്തെ ഒരു സാധനം കിടപ്പുണ്ട്. അതിലും അവരങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് ആയിരിക്കണം. അല്ലാതെ പിന്നെ പോലീസുകാർ അന്വേഷിക്കുന്ന കേസുകളിൽ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നൊരു സ്പോട്ടിലേക്കൊക്കെ ചുമ്മാ ചെന്ന് ഇടിച്ചു കയറാനൊന്നും പറ്റില്ലല്ലോ. അദ്ദേഹം ഒരു പോലീസ് സർജനായിരിക്കും എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസുകാരൻ തന്നെയായിരിക്കും, ഒരു റിട്ടയർഡ് പോലീസുകാരൻ. ഈ ഡെഡ് മാൻ വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ എല്ലാം കഴിഞ്ഞു. അതായത് ഇനി അവർക്ക് ജീവിതത്തിലൊന്നും പ്രതീക്ഷിക്കാനില്ല, ഇനി ജീവിതത്തിൽ പ്രധാനപ്പെട്ടതൊന്നും ചെയ്യാനില്ല. വളരെയധികം നിരാശ ബാധിച്ചിരിക്കുകയാണ്. ഈ ജീവിതം അവസാനിച്ച് കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് വിചാരിക്കുന്ന പോലെ ഒരു ഡെഡ് മാൻ വാക്കിംഗ്, അങ്ങനെ ഒരു ഐഡിയ ആണ് എനിക്ക് തോന്നിയത്. ബ്രോക്കൺ, തകർക്കപ്പെട്ട, കേഴ്സ് ചെയ്യപ്പെട്ട, വിസ്മരിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ എന്ന് പറയുന്നുണ്ട്. അപ്പം ആയ കാലത്ത് അടിപൊളിയായിട്ട് കേസൊക്കെ അന്വേഷിച്ച് നടന്ന, പക്ഷേ ഒരു അബദ്ധം പറ്റിയതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടുകയോ രാജിവെക്കുകയോ ഒക്കെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുകയോ ഒക്കെ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളിലും നിരാശയുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിൽ ആണ് അങ്ങോട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ജയറാമേട്ടൻ്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പല വീഴ്ചകളുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അർജുൻ അശോകൻ്റെ ക്യാരക്ടർ ജയിലിലാവാൻ കാരണം ചിലപ്പോൾ അതായിരിക്കാം. അപ്പോൾ സിദ്ദിഖ് സാറിൻ്റെ ക്യാരക്ടർ ഈ ഡയലോഗ് പറയുന്നുണ്ട്. ഇത് ഉറപ്പായും വില്ലൻ പറയുന്ന ഡയലോഗാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡയലോഗ്, ദൈവവും പറുദീസയും എല്ലാം എന്നേ കൈവിട്ടവരാണ് നമ്മൾ, നരകങ്ങളുടെ ആഴക്കയങ്ങൾക്ക് പോലും വേണ്ടാത്തവർ, നമ്മുടെ ശാപമോക്ഷത്തിനായി ഒടുക്കം ചെകുത്താൻ തന്നെ നേരിട്ടിറങ്ങിയാലോ ഓസ്ലർ, അയാളുടെ കയ്യിലുണ്ടെങ്കിലോ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. അവിടെയാണ് നമുക്ക് മമ്മൂക്ക അടിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലൊരു ഏജിൻ്റെ ഫാക്ടർ ഉണ്ടാവാം, ഈ 2 ക്യാരക്ടേഴ്സിൻ്റെയും ഒരു ഏജിൻ്റെ ഫാക്ടർ ഉണ്ടാവാം. ചിലപ്പോൾ അവർക്ക് തമ്മിൽ അറിയുമായിരിക്കാം. അതിനൊരു സാധ്യത ഇതിലൊരു കഥാപാത്രത്തിൻ്റെ ഹെയർ സ്റ്റൈലും താടിയുടെ സ്റ്റൈലും ഒക്കെയാണ്. പിന്നൊരു വീടിൻ്റെ മുകളിലത്തെ ആംഗിളിൽ നിന്നുള്ളൊരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഒരു ആംബുലൻസ് കയറുന്നതും കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നതും നമുക്ക് കാണാം. ഒരു മരണവീടാണെങ്കിൽ കുറേയും കൂടി ആളുകൾ ഉണ്ടാവേണ്ടതായിരുന്നു. ആൻഡ് ആ ആംബുലൻസിനൊരു ഇച്ചിരി പഴക്കം എനിക്ക് തോന്നുന്നുമുണ്ട്. മാത്രമല്ല ഈ വീട് നമ്മൾ ട്രെയിലറിൽ ലാസ്റ്റ് കാണുന്നുണ്ട്. ആ വീട്ടിലേക്ക് 2 പോലീസ് വണ്ടികൾ ഇങ്ങനെ വളരെ സ്പീഡിൽ ഓടി വരികയാണ്. അപ്പോൾ ആ വീട്ടിൽ ആരാണോ ഉണ്ടായിരുന്നത് അയാളെ ആയിരിക്കും പോലീസ് അന്വേഷിക്കുന്നുണ്ടാവുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മമ്മൂക്കയുടെ സിദ്ദിഖ് സാറിൻ്റെ ശബ്ദമുള്ള ആ കഥാപാത്രമായിരിക്കും. വേറൊരു ഷോട്ടിൽ ഒരു നൈറ്റ് ടൈമാണ്, കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഒരു വഴി, അവിടെ ഒരു പ്രീമിയർ പത്മിനി എന്ന് വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇനി ഫിയറ്റിൻ്റെ വേറെ വല്ല മോഡൽ കാറാണോ എന്നറിയില്ല. എന്നാലും ഈ ഒരു വീഡിയോ ചെയ്യാൻ തൽക്കാലത്തേക്ക് എന്നോട് ക്ഷമിക്കുക. പഴയ വാഹനങ്ങളെക്കുറിച്ച് വലിയ ധാരണ അത്ര കാര്യമായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പ്രീമിയർ പത്മിനി എന്ന് വിളിക്കാം. അതൊരു പഴയ കാറാണ്. ആ കാറിനകത്ത് കുറച്ച് യുവാക്കൾ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതേ യുവാക്കളെന്ന് തോന്നിപ്പിക്കുന്ന ആളുകളെ പിന്നീട് നമ്മൾ ട്രെയിലറിൽ കാണുന്നുണ്ട്. ഒരു 3 പേര് കാറിന് മുകളിലിരിക്കുന്ന റിച്ച് ആയിട്ടുള്ള വില്ലൻ ഫിഗേഴ്സ്. അതായത് നമ്മുടെ തിയറി ഓഫ് ക്ലീഷേ, മലയാള സിനിമയുടെ തിയറി ഓഫ് ക്ലീഷേ ഒക്കെ വെച്ചുകൊണ്ട് ഒരു വില്ലൻ സെറ്റപ്പ് ആകാൻ സാധ്യതയുള്ള കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ കാലഘട്ടം ഒരുപാട് പഴയതാണ്. പിന്നെ നമ്മൾ ജയറാമേട്ടനെ ഒരു
സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നത് പോലെ കാണുന്നുണ്ട്. ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഷെന്തിൽ അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രമുണ്ട്. പോലീസുകാർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ഞാൻ ഇനി തൊട്ട് അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ജയറാമേട്ടൻ്റെ കൂടെ പോലീസുകാരുണ്ട്. കൂടാതെ കാക്കിയിട്ട ഒരാൾ ആ സൈഡിൽ നിൽപ്പുണ്ട്. അതൊരു ഓട്ടോറിക്ഷക്കാരനായിരിക്കണം. ഈ ഓട്ടോറിക്ഷക്കാരനെ നമ്മൾ ട്രെയിലറിൽ കുറച്ച് കഴിയുമ്പോൾ കാണുന്നുണ്ട്. തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ ഓഫീസിൽ സൈബർ സെൽ വിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഓട്ടോറിക്ഷക്കാരൻ ഇരുന്ന് പറയുന്നുണ്ട്, അയാൾ വല്ലാണ്ട് പേടിപ്പിക്കുന്ന ആളാണ്, പ്രേതങ്ങളുടെയൊക്കെ ശബ്ദം പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദം അവിടെ വീണ്ടും ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതായത് പ്രതി ആരാണ് എന്ന ഒരു ക്ലൂവിലേക്ക് എത്താൻ പോലീസിനെ സഹായിക്കുന്നത് ഈ ശബ്ദമാണ്. അത് വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ജയറാമേട്ടൻ ഈ ഇരിക്കുന്ന സ്ഥലമില്ലേ, അവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓഡിയോളജി റൂം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ക്ലിയർ ടോൺ എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേര് ക്ലിയർ ടോൺ എന്നാണ് വെച്ചിരിക്കുന്നത്. അവർ ഈ ചെവിയും കേൾവിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശുപത്രിയാണെന്ന് അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടൈറ്റിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ട്രെയിലറിൽ കാണുന്നുണ്ട്. അത് ആ സമയമാകുമ്പോൾ പറയാം. പിന്നെ ജയറാമേട്ടനെ നമ്മൾ പല കോസ്റ്റ്യൂമിൽ കാണുന്നുണ്ട്. അദ്ദേഹം ഒരു ചുമട്ട് തൊഴിലാളികളോടൊപ്പം ചുമടെടുക്കുന്നതായിട്ട് ട്രെയിലറിൻ്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഈ ചാക്കുകൾ, ചുമടെടുക്കുന്ന ചാക്കുകളുണ്ടല്ലോ, ഈ ചാക്കുകളുടെ ഇടയിൽ നിന്ന് ഉണർന്നെണീക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ചുമട്ട് തൊഴിലാളികൾ കടന്നു പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹം ഈ മാർക്കറ്റിൽ പോയി താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ തൊഴിലാളികളോടൊപ്പം പണിയെടുക്കുന്നുണ്ട്. അതെന്ത് സ്കീമായിരിക്കും? മാത്രമല്ല തോളത്തൊരു തോർത്തിട്ടിട്ട് ടയേർഡായിട്ട് നടന്നു വരുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇദ്ദേഹം ഈ ജീവിതത്തിൽ ഒരു താളപ്പിഴയൊക്കെ ഉണ്ടായി എങ്ങനെ ഇത് ബാലൻസ് ചെയ്യണമെന്നറിയില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്ത ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്. സായ് കുമാറിൻ്റെ ക്യാരക്ടറിൻ്റെ വോയിസിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻസോംനിയ വളരെ ക്രോണിക് ആയിക്കൊണ്ടിരിക്കുകയാണ്, തൻ്റെ ഭൂതകാലവുമായിട്ട് താൻ പൊരുത്തപ്പെട്ടാൽ മാത്രമേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്നൊക്കെ. അപ്പോൾ അദ്ദേഹത്തിനൊരു ഭൂതകാലമുണ്ട്, അതിന് അർജുൻ അശോകൻ തന്നെ ആയിരിക്കും പ്രധാന കാരണവും ക്യാരക്ടറും ഒക്കെ. ഇതിനിടയ്ക്ക് ആശുപത്രിയിലേക്ക് രാത്രി സമയത്ത് മറ്റേ നഴ്സുമാരുടെ ഗൗണും മറ്റേ തൊപ്പിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരാൾ കയ്യിലൊരു ബാഗുമായിട്ട് പോകുന്നുണ്ട്. ആ ബാഗിൻ്റെ പ്രത്യേകത അതങ്ങനെ നമ്മൾ ആശുപത്രികളിലൊന്നും കാണേണ്ട ബാഗല്ല. കുറച്ച് കഴിയുമ്പോൾ ട്രെയിലറിൽ ഈ ബാഗിൻ്റെ ഒരു സിബ് തുറക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഇതേ കോസ്റ്റ്യൂം ഇട്ട ഒരാൾ ആശുപത്രിയിലേക്കൊരു സ്ട്രെച്ചറോ അത് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആശുപത്രിയിൽ ഒരാൾ കൊല്ലപ്പെട്ടതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഈ വില്ലൻ ആശുപത്രിയിൽ വെച്ച് ഒരാളെ കൊല്ലുന്നു എന്നുള്ളതാണ് ഈ സിനിമയിലെ വളരെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള, കുറച്ചെങ്കിലും തെളിവുകൾ കിട്ടാൻ പോലീസുകാരെ സഹായിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം. പിന്നെ 2 ഷോട്ടുകൾ അവർ ആഡ് ചെയ്തിരിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്ന ഒരാൾ, പിന്നെ വീട്ടുമുറ്റത്ത് പെട്ടെന്ന് പിടിവിട്ട പോലെ വീണ് പോകുന്ന ഒരാൾ. ഇതെന്താണ് സ്കീം എന്നുള്ളത് സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ എനിക്കിത് ലിങ്ക് ചെയ്യാൻ വേറൊന്നും ഈ ട്രെയിലറിൽ കിട്ടിയില്ല. പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ സിനിമയുടെ മെയിൻ കോർ എലമെൻറ്റ്, ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഇമോഷണൽ സംഭവങ്ങൾ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യം, പാസ്റ്റിൽ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് ഈ കില്ലർ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതായിരിക്കുമല്ലോ. അതിൻ്റെ ഭാഗമായിരിക്കും എന്നെനിക്ക് തോന്നിയൊരു കാര്യം. ഒരു സർക്കാർ ആശുപത്രി പോലെ ഒരുപാട് പരാധീനതകളൊക്കെ ഉള്ള ഒരു പഴയ ആശുപത്രിയാണ് നമ്മൾ കാണുന്നത്. ബോബൻ ആലമൂടനെ നമ്മൾ കാണുന്നുണ്ട്, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു അമ്മ ഇരിക്കുന്നതും ആ അമ്മയുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു പയ്യൻ ഇരിക്കുന്നതും കാണാം. ഈ പയ്യനൊന്ന് സൂക്ഷിച്ച് നോക്കണം. അവൻ ഇതിലെ നായക കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ കൗമാര കാലഘട്ടം ഒക്കെ ആവാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഇയാൾ പേടിച്ചിട്ട് അപ്പുറത്തുള്ള ഒരാളെ നോക്കുന്നുണ്ട്, ഉള്ളിലൊരു പേടിയോടുകൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അതിൽ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ വസ്ത്രധാരണം മറ്റുള്ളവരിൽ നിന്ന് വളരെ ഡിഫറെൻ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു 80s കാലഘട്ടത്തിലൊക്കെ വളരെ റിച്ച് ആയിട്ടുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ, മറ്റേ മമ്മൂട്ടി പെട്ടിക്കുട്ടി സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലുള്ള അല്ലെങ്കിൽ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ മാത്രം ഇടുന്ന ടൈപ്പ് ഓഫ് ഒരു ഷർട്ടും കാര്യങ്ങളാണ്. അതിൻ്റെ ടെക്നിക്കൽ ടേമൊന്നും എനിക്കറിയില്ല. മറ്റുള്ളവരിൽ നിന്ന് വളരെ സമ്പന്നമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് എനിക്ക് പിൽക്കാലത്ത് ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രമായി വരാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ജയറാം ആയിട്ടില്ലെങ്കിലും അത് മമ്മൂക്കയുടെ ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇരയാക്കപ്പെടുന്നവൻ്റെ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അയാൾ തന്നെ ആയിരിക്കും ഇതിലെ ഒരു വളരെ ലീഡായിട്ടുള്ള ഒരു ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അയാളുടെ ചിരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇരയെ കാണുന്ന വേട്ടക്കാരൻ്റെ ചിരി എന്നൊക്കെ പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതൊരു പോസിറ്റീവ് നോട്ടിലുള്ള ചിരിയായി തോന്നിയില്ല. പിന്നെ നമ്മൾ ജയറാമേട്ടനെയും പോലീസുകാരനെയും കൂടി കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒരു ആശുപത്രിയിലാണ്. പിന്നെ ട്രെയിലറിൽ അങ്ങിങ്ങായി കാണിക്കുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബൈക്ക് താഴെ കിടക്കുന്നതും അതിനടുത്ത് വേറൊരാൾ കിടക്കുന്നതും അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു പിക്കപ്പ് വണ്ടി വന്ന് നിൽക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇതേപോലത്തെ ഒരു പിക്കപ്പ് വണ്ടി വേറൊരാളെ, ബൈക്കിലിരിക്കുന്ന ആളെ ഇടിച്ചിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊരു മഴയുള്ള സമയത്താണ്. അത് കാണിച്ച ഉടനെ നമ്മൾ കാണുന്നത് ആംബുലൻസാണ്. ഈ ആക്സിഡൻറ്റ് പറ്റുന്നു അല്ലെങ്കിൽ പറ്റിക്കുന്നു, എന്നിട്ട് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു കില്ലർ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം. ആശുപത്രിയിൽ വെച്ച് സീരിയൽ കില്ലിംഗ് നടക്കുന്നത് അതിനും ചിലപ്പോൾ സാധ്യതയുണ്ട്. പിന്നെയാണ് ജയറാമേട്ടൻ ഒരു ക്രൈം സീനിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ പോലീസുകാരുണ്ട്, ബാക്കി നാട്ടുകാരൊക്കെ പുറത്ത് കൂടി നിൽപ്പുണ്ട്.
അമിതമായ രക്തസ്രാവമാണ് മരണത്തിന് കാരണം എന്നുള്ള രീതിയിൽ പോലീസുകാർ പറയുന്നുണ്ട്. ആ സമയത്ത് ഓപ്പോസിറ്റ് കട്ടിലിൽ കിടക്കുന്നയാൾ, ആൾക്കൊരു പ്രത്യേകതയുണ്ട്. പുള്ളിയുടെ വയറ്റിൽ എന്തൊരു കുത്തു കൊണ്ടിട്ടുണ്ട്. മാത്രമല്ല ആ വഴി ഒരുപാട് രക്തം പോയിട്ടുണ്ട്. ഈ പോലീസുകാരുടെ കയ്യിൽ പാക്കറ്റിലാക്കിയ നിലയിൽ അവർക്ക് കുറച്ച് സാധനം കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം അത് പഞ്ഞിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ട്രെയിലറിൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് കുറച്ച് ഗുളിക ഇങ്ങനെ താഴെ വീഴുന്ന പോലത്തെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. സോ എന്തോ ഒരു ടാബ്ലറ്റ് ഉണ്ട്, അത് തെളിവായി മാറാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ വൂണ്ട് ഉണ്ടാക്കിയ ആളുണ്ടല്ലോ, മുറിവേൽപ്പിച്ചയാൾ, അയാൾ രോഗിക്ക് രക്തസ്രാവം കൂടുതലുണ്ടാവാൻ, രക്തം കൂടുതൽ ഫ്ലോയിൽ ഒഴുകാനും പെട്ടെന്ന് മരണം സംഭവിക്കാനും ചിലപ്പോൾ ടാബ്ലറ്റ് കൊടുക്കുന്നതായിരിക്കാം. ആ കുത്താൻ ഉപയോഗിച്ച ബ്ലേഡിനെ കുറിച്ചായിരിക്കാം അനൂപ് മേനോൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ടാവുക. ഞാനതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരിച്ചു കിടക്കുന്ന ആളുണ്ടല്ലോ, അയാളുടെ തലയണയുടെ സൈഡിലായിട്ട് ഒരു ചുവന്ന റോസാപ്പ് വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള പ്രതികാരം, അല്ലെങ്കിൽ പ്രണയവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന, അതല്ലെങ്കിൽ ചിലപ്പോൾ മകൾക്ക് വേണ്ടി ചെയ്യുന്നൊരു പ്രതികാരം എന്നുള്ളൊരു രീതിയിലും ഒക്കെ ആവാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടു. ചിലപ്പം ആ മരിച്ച ആളുടെ കുട്ടി അപ്പുറത്തിരുന്ന് വരച്ചിട്ട് വെച്ചു കൊടുത്തതൊക്കെ അങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും അതവിടെ അസ്വാഭാവികമായി കാണപ്പെടുന്ന കാര്യമായിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലിയർ ടോൺ ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രിൻ്റ് ഔട്ട് കാണുന്നത്. ആ പ്രിൻ്റ് ഔട്ടിൽ ഒരു പേരുണ്ട്, അമർ ഗംഗൻ എന്നാണ് പേര്. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നത് വെച്ച് അദ്ദേഹത്തിന് ഏകദേശം 23 വയസ്സുണ്ടാവും. അതെന്തായാലും ആ ഓട്ടോറിക്ഷക്കാരൻ ചേട്ടനാവാൻ സാധ്യതയില്ല. വിയൂർ സെൻട്രൽ ജയിലിനടുത്താണ് വീട് എന്നാണ് അഡ്രസ്സിൻ്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് വീണ്ടും ഈ കേൾവിയും ശബ്ദവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? പിന്നെ നമ്മൾ ട്രെയിലറിൽ കാണുന്നത് അനശ്വരയാണ്. അനശ്വര ആ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു പഴയ കാലഘട്ടത്തിലെ ക്യാരക്ടറായിട്ടാണ് സിനിമയിൽ വരുന്നത്. മെഡിക്കൽ സ്റ്റുഡൻറ്റ് തന്നെയാണ്. അവരാരെയോ വളരെ പ്രണയാതുരമായിട്ട് നോക്കുന്നുണ്ട്. 1-2 വട്ടം നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. അതൊരു പക്ഷേ തൻ്റെ ഒപ്പം മെഡിസിൻ പഠിക്കുന്ന മറ്റൊരാളെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഇരയെ കണ്ട വേട്ടക്കാരൻ്റെ ചിരിച്ചിരിച്ച ആളില്ലേ, അയാളെ ആയിരിക്കാം പ്രണയാതുരമായിട്ട് നോക്കിയിട്ടുണ്ടാവുക. ചിലപ്പോൾ മറ്റേ ആളായിരിക്കും, മറ്റേ അടുത്തിരുന്ന പയ്യനുണ്ടല്ലോ, ആ പയ്യനെ അങ്ങനെ നോക്കാൻ എന്ത് കാരണമാണ് ഉണ്ടാവുക എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ നന്നായിട്ട് പാടുന്ന ആളാണ്. നമ്മളിവിടെ ഒരു ഗാനമേളയുടെ ഒരു ചെറിയ ഷോട്ട് കാണിക്കുന്നുണ്ട്. ഒരു പള്ളിപ്പെരുന്നാൾ പോലത്തെ ഒരു പരിപാടിയാണ്. കണ്ണങ്കര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന ഗാനമേള. അതിൽ പാട്ട് പാടുന്നത് ഈ പയ്യനാണെന്നാണ് സൂം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അവൻ നല്ല ശബ്ദമുള്ളയാളാണ്. ആ ശബ്ദത്തിനോടുള്ള പ്രണയമായിരിക്കാം ആ പെൺകുട്ടിക്ക് ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആശുപത്രി കിടക്കയിൽ മരിച്ചു കിടക്കുന്ന ആളില്ലേ, അയാൾക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. അയാളുടെ തലയിലൊരു കെട്ട് ഓൾറെഡി ഉണ്ട്. അതായത് പുള്ളി വണ്ടിയിൽ നിന്ന് വീണിട്ടോ അങ്ങനെ എങ്ങനെയോ അവിടെ എത്തിയതാണ്. അതിന് ശേഷമാണ് അയാൾ കൊല ചെയ്യപ്പെടുന്നത്. ഒന്നെങ്കിൽ ആക്സിഡൻറ്റ് ടൈമിൽ അയാൾ മരിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അയാളെ കൊല്ലാൻ വേണ്ടി ചെയ്തവർ അങ്ങനെ ചെയ്തതായിരിക്കാം. അത് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ആശുപത്രിയിൽ വന്ന് കൊന്നതായിരിക്കാം. പക്ഷേ ഈ സർജിക്കൽ നൈഫൊക്കെ എടുത്ത് ഇത്രയും പ്രോപ്പറായിട്ട് കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അവിടെ വരുത്തി കൊന്നതാവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ നമ്മൾ ജഗദീഷ് ഏട്ടനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജയറാമേട്ടനും പോലീസുകാരും കൂടി ഒരു സ്ഥലത്ത് നിന്നിട്ട് ഭിത്തിയിലേക്ക് നോക്കുകയാണ്. കുറച്ച് ഹൈറ്റുള്ള ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിൽക്കുന്നത് ഒരു പ്രാക്ടിക്കൽ ലാബിലാണ്. ഈ അന്വേഷണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ ശബ്ദത്തിൻ്റെ, കേൾവിയുടെ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുകയും അവിടെ വെച്ച് അവരൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മൾ ട്രെയിലറിൽ ഒരു പഴയ ടൈപ്പ് കർട്ടൻ, പഴയ ടൈപ്പ് സ്വിച്ച് ബോർഡൊക്കെയുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ ഒരാൾ കണ്ണടയൊക്കെ വെച്ചിട്ടുള്ളൊരു പയ്യനെ കാണുന്നുണ്ട്. ഇതേ പയ്യനെ തന്നെ നമ്മൾ കാറിൻ്റെ മുകളിലിരിക്കുന്നത് പോലെ കൂട്ടുകാരോടൊപ്പം കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു സർജറി റൂമിൽ അനസ്തേഷ്യയൊക്കെ കൊടുത്തിട്ട് ഒരാളെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ആ മുഖത്തുനിന്ന് പച്ച തുണി ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട്. അത് എടുത്ത് മാറ്റുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പാട്ട് പാടുന്ന ആ പയ്യൻ എന്നുള്ളതാണ്. ഈ തുണി ഇങ്ങനെ മാറ്റുന്നത് നേരത്തെ ചിരിച്ച് കാണിച്ച ആ പയ്യനില്ലേ, അദ്ദേഹമാണെന്നാണ് തോന്നുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ, ഈ കിടക്കുന്ന ആളുടെ കഴുത്തിൽ ഇവിടെ ഒരു മാർക്കുണ്ട്. ആ മാർക്ക് എന്തായാലും ഡോക്ടർമാരിങ്ങനെ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഒരു മാർക്കൊക്കെ മാർക്ക് ചെയ്തിട്ടാണല്ലോ മുറിക്കുന്നുണ്ടാവുക. തൊണ്ടയിലാണ് എന്തായാലും അവർ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടാവുക. നേരത്തെ പറഞ്ഞ പോലെ അനശ്വരയുടെ കഥാപാത്രത്തിന് ഇദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നുന്നു. ആ ഇഷ്ടമല്ലാത്ത കുറച്ച് റിച്ചായിട്ടുള്ള വില്ലന്മാർ എന്ന് പറയുന്ന തിയറി ഓഫ് ക്ലിഷേ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ റിച്ചായിട്ടുള്ള വില്ലന്മാർ അവനൊരു പണി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങനെ അവൻ്റെ ഇത്രയും മനോഹരമായ സ്വരം വെച്ച് അവൻ ഇനി ജീവിക്കേണ്ട, അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കേണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ സർജറിയുടെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ വോക്കൽ കോഡിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമോ? കൊല്ലണ്ട എന്ന് പറയുന്ന ഒരു ആംഗിളിൽ അവൻ്റെ പാട്ടും അവൻ്റെ ശബ്ദവുമാണ് ഇവർക്ക് താല്പര്യമില്ലാത്തത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനെയാണ് ബാധിക്കുന്നതെങ്കിൽ, ഒരേ തൊണ്ടയിൽ നിന്ന് 2 ശബ്ദമൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാട്ട് പാടാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ ആ പാട്ട് പാടുന്ന പയ്യനുണ്ടല്ലോ, അവൻ എണീറ്റൊരു കട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അമ്മ അടുത്ത് നിൽപ്പുണ്ട്. ബാക്കി ആൾക്കാർ മുഴുവൻ ഇങ്ങനെ ഓടിക്കൂടി ചുറ്റും നിൽക്കുകയാണ്. അവർ നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചിരിച്ച പയ്യൻ വീണ്ടും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഒന്നെങ്കിൽ അവനൊരു പെട്ടെന്നുണ്ടായ ഒരു ടെൻഷനിൽ അവനെ ഇദ്ദേഹമായിരിക്കാം സഹായിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാക്കിയിട്ട് വരുന്നതായിരിക്കാം. എന്തായാലും സീനിയർ ഡോക്ടർമാർ പേടിച്ച് അങ്ങോട്ട് വരുന്നതും നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ്
ജയറാമേട്ടൻ ഒരു തോക്കുമായി ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിക്കയറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് പോലീസ് കാവലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ പുറകെയും വേറെ പോലീസുകാരൻ ഓടി വരുന്നുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മാലാപാർവതിയാണെന്ന് തോന്നുന്നു. അതുപോലെ വേറൊരു ആർട്ടിസ്റ്റും കുറേ പോലീസുകാർ ഒരു നടന്നു വരുന്ന വഴി മുഴുവൻ പോലീസുകാരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നടന്നു വരുന്നൊരു സ്പേസ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഫ്ലോറിൽ നിന്ന് എവിടെന്നെങ്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ പോലീസുകാർ കാവലുണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. ഇത്രയും ട്രെയിലറിൽ നിന്ന് കിട്ടിയിട്ട് കൂട്ടി വായിക്കാൻ നോക്കുമ്പോൾ, ട്രെയിലർ നമുക്ക് തന്ന ഐഡിയ ഒക്കെ വെച്ച് കൂട്ടി വായിക്കാൻ നോക്കുമ്പോൾ, ഈ പറയുന്ന വോക്കൽ കോഡിൻ്റെ സർജറിയുടെ ഭാഗമായിട്ട് ശബ്ദം നഷ്ടപ്പെട്ട ആ ഗായകൻ, അവൻ്റെ പ്രണയം നഷ്ടപ്പെട്ട, പക്ഷേ ചുമ്മാ ഒരു പ്രണയം പൊട്ടി അല്ലെങ്കിൽ ശബ്ദം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഒരു പ്രമാദമായ കൊലക്കേസ് പരമ്പരയൊക്കെ ഒരാൾ പിടിക്കുമോ? നമ്മുടെ സീരിയൽ കില്ലർ റീസൺ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ മലയാള സിനിമയുടെ തിയറി ഓഫ് ക്ലീഷ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറേ ആളുകൾ വധിക്കപ്പെടണം. അതിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ, കാമുകിയുണ്ടെങ്കിൽ, ഭാര്യയുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ അവർ റേപ്പ് ചെയ്യപ്പെടണം. ഈവൻ കണ്ണൂർ സ്ക്വാഡിൽ പോലും നമ്മൾ കണ്ട് വില്ലൻ നായകനെയും കൂട്ടുകാരെയും കൊല്ലാൻ ഒരു ബുള്ളറ്റ് മാത്രം അകലെ നിൽക്കുമ്പോൾ റേപ്പ് ചെയ്ത കാര്യം ഓർമ്മിപ്പിച്ചപ്പോഴാണ് വീണ്ടും ഊർജ്ജം വരികയും തോൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊരു മലയാള സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട പ്രഷർ പോയിൻ്റാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അനശ്വരയുടെ കഥാപാത്രം കൊല്ലപ്പെടുന്നുണ്ടാവാം, വളരെ മോശം രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവാം. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നൊരു സമയം എത്തുമ്പോൾ ആ ആൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മമ്മൂക്കയുടെ ശബ്ദം, സിദ്ദിഖ് സാറിൻ്റെ ശബ്ദം, ഒരാൾ തന്നെയാണ് ഈ ഡയലോഗ് ഇങ്ങനെ കണ്ടിന്യൂസ് പറയുന്നതെന്ന് വിചാരിക്കും. അതായത് ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞത് അതിന് തൊട്ടു മുമ്പ് സംസാരിച്ച അയാളുടെ കയ്യിലുണ്ടെങ്കിലോ എന്ന് പറഞ്ഞാൽ അതേ ആൾ തന്നെ പറയുകയും അദ്ദേഹത്തിൻ്റെ തൊണ്ടയുടെ പ്രശ്നമായിട്ട് ശബ്ദം മാറിപ്പോവുകയും അങ്ങനൊരു സാധ്യത ഉണ്ടെങ്കിലോ. അങ്ങനെയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ശബ്ദം ഒരു ക്ലൂ ആയിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസുകാരൊന്ന് ചുറ്റിപ്പോകാൻ സാധ്യതയില്ലേ? ഇങ്ങനെയും ഒരു സാധ്യതയുണ്ട് എന്ന് പോലീസുകാർ അറിയുന്ന മൊമെൻറ്റിലായിരിക്കില്ലേ ചിലപ്പം ഈ കേസിൻ്റെ ഗതി തന്നെ മാറിപ്പോകുന്നുണ്ടാവുക. നമ്മൾ ഈ ട്രെയിലറൊക്കെ കണ്ടത് വെച്ച് ഒരു ഏകദേശം ഊഹം വെച്ചിട്ടൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഈ ട്രെയിലർ ഡീകോഡിങ്ങിൽ പറഞ്ഞതൊന്നും ശരിയാവരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിഗംഭീരമായ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന ഒരു സിനിമയായിരിക്കണം. അവർ ഇമോഷണൽ ഡ്രാമ, ചിലപ്പോൾ ഫാമിലി ഡ്രാമ എന്നൊക്കെ പറഞ്ഞേക്കും. പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിനേക്കാൾ ഇത് തിയേറ്ററിൽ കാണുന്ന ഒരു ഗംഭീര സിനിമയാണ് എന്ന് പറയുന്ന ഒരു സിനിമ അനുഭവം എബ്രഹാം ഓസ്ലർ തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആസ് എ പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.